ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രിസ്ഥാനം രാജിവെച്ചു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാർ ഡിസംബർ 29-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജൻ. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ കാലം മാറുമെന്ന കാര്യം ഓർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ലെന്നും പ്രതിപക്ഷ നേതാവ്. DGP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് കേസ്. KPCC പ്രസിഡന്റ് കെ. സുധാകരൻ ഒന്നാം പ്രതി. നേതാക്കളായ വി.ഡി. സതീശനും ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും പ്രതിപട്ടികയിൽ. സംസ്ഥാനത്ത് ഗതാഗത വകുപ്പ് മോശം സ്ഥിതിയിലെന്ന KB ഗണേഷ് കുമാർ MLA. വകുപ്പ് ലഭിക്കുകയാണെങ്കിൽ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുമെന്നും ഗണേഷ്. വയനാട് വാഗേരിയിൽ കടുവയുടെ ആക്രമണം വീണ്ടും. പശുക്കിടാവിനെ കടുവ കൊന്നു തിന്നു. ഈയിടെ പ്രദേശത്ത് യുവാവിനെ കടുവ കടിച്ച് കൊന്നിരുന്നു. കടുവയെ പിടികൂടാനുള്ള നീക്കവുമായി വനപാലകർ. ഗുസ്തി ഫെഡറേഷൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്ന കേന്ദ്ര കായിക മന്ത്രാലയം. ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തു. പഴയ ഭാരവാഹികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും കേന്ദ്രം. കർണാടകയിൽ ഹിജാബ് നിയന്ത്രണം നീക്കിയ സർക്കാർ നടപടി സ്വാഗതം ചെയ്ത മുസ്കാൻ ഖാൻ. വിശ്വാസപരമായ അവകാശം തിരിച്ചുകിട്ടിയെന്നും മുസ്കാൻ ഖാൻ. BJP ഭരണകാലത്ത് മുസ്കാൻ ഖാൻ എന്ന വിദ്യാർത്ഥിനി നേരിട്ട തിരിച്ചടികൾ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കശ്മീർ താഴ്വരയിലെ ബാരാമുള്ളയിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഭീകരർ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് മുനസ്ബി മുഹമ്മദ് ഷാഫി മിർ. നടൻ ടൊവിനോ നായകനാകുന്ന പുതിയ ചിത്രം ഐഡന്റിറ്റിയുടെ സെറ്റിൽ നടി തൃഷയുമെത്തി. ആക്ഷൻ രംഗങ്ങൾക്കേറെ പ്രാധാന്യം നൽകുന്ന ചിത്രമാണ് ഐഡന്റിറ്റി. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ചിത്രമായിരിക്കും ഐഡന്റിറ്റി എന്ന് അണിയറ പ്രവർത്തകർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രമെഴുതി ഇന്ത്യൻ വനിതാ ടീം. ഓസീസിനെതിരെ ആദ്യ ജയം നേടി വനിതകൾ. 8 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത്.